അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ തൊഴുത് ഞങ്ങൾ ഇറങ്ങി ചക്കുളത്ത് കാവിലെത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. പക്ഷേ 8 മണി വരെ നട തുറക്കുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വേഗം തൊഴുതിട്ട് വേണം നമ്മൾക്കിനി ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിൽ പോകാൻ. മെയിനായിട്ട് നമ്മൾ അതിനാണല്ലോ വന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പറ്റുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തൊഴുതിട്ട് 8 മണിക്ക് നട അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേഗം പോകുന്നത്. എന്നിട്ട് എന്നാൽ മാത്രമേ തൊഴുതാൻ പറ്റുള്ളൂ. തൊഴുതിട്ട് നമ്മളെല്ലാവരെയും ഒന്ന് കാണാനുള്ള സമയം പോലും നമ്മൾക്ക് കിട്ടില്ല. എന്തൊക്കെ വാങ്ങിച്ചിരിക്കണേ? ഇത് ഒരു പട്ട്, ചന്ദനത്തിന്, കർപ്പൂരം, എണ്ണ. ഞാൻ പോകുന്ന അവിടുത്തെ നട അടയ്ക്കാറായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഞങ്ങളിനി അടുത്ത് നമ്മളിപ്പോൾ അമ്പലപ്പുഴ തൊഴുതിട്ട് ചക്കുളത്ത് കാവിലെത്തി. ഇനി ഞങ്ങൾ വൈകുന്നേരം ഇനി മണ്ണാർശാലയിൽ പോയിട്ട് റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത്. സമയമാവാനേ 8 മണിയാകുമ്പോൾ നട അടയ്ക്കും. ഇപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് അവിടെ വരെ പോകണമല്ലോ. അതുകൊണ്ട് വേഗം തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊഴുതാൻ പോകണം. ആന നിൽക്കണ്ടോ? ഒരു ആന നിൽക്കണ്ടോ? പറയ്. അങ്ങനെ ഞങ്ങൾ ചക്കുളത്ത് കാവ് തൊഴുത് ഇറങ്ങി. ഇനി ഞങ്ങൾ മണ്ണാർശാലയ്ക്ക് പോവാണ്. അപ്പോൾ എന്തായാലും പോകുകയാണല്ലോ. പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചുറ്റിയെടുത്ത് കണ്ടിട്ട് പോകും. ചേട്ടാ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. ആനയെ തൊടരുത്. എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ഇരുട്ടായി, ഒന്നും ക്ലിയർ ആയിട്ട് കാണില്ല. പിന്നെ ഈ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നേ അറിയാതെയല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ വരാം. നമ്മൾ ചോദിച്ചൊന്നുമില്ല. പിന്നെ ആരൊക്കെ അവിടെ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ പിന്നെ നമ്മളും അതുപോലെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ കുറേ ദൂരം പോയിട്ട് അവിടെ ആ കാണുന്ന ആഞ്ജനേയൻ്റെ വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുതെന്ന്. അതാണ് വീരഹനുമാൻ ക്ഷേത്രം. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല ക്ലിയറായിട്ട് എല്ലാവരുടെയും കാണുമായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയമായി. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ അന്വേഷിച്ച് പോയി അങ്ങനെ പോകുന്നത് കാരണം കൊണ്ടാണ് ഇത്രയും സമയമാകുന്നത്. നമുക്ക് മുൻപ് പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ ചോദിച്ച് പോകുന്ന കാരണം കൊണ്ട് ഒരുപാട് കുറേ ലേറ്റായത്. അതേപോലെ അമ്പലപ്പുഴയിലാണെങ്കിലും നമ്മൾക്ക് കുറേ സമയം അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു. കാരണം സമയത്തിൽ അവിടെ വ്യത്യാസം വന്നുകൊണ്ട്. ദൈവമേ, അന്താരാഷ്ട്ര ചർച്ചയാണ്. എൻ്റെ കയ്യിൽ കാറൊക്കെ ഇങ്ങനെ പോകണം. കാറൊക്കെ ഇങ്ങനെ പോകണമെന്ന്. ഞങ്ങൾ ചക്കുളത്ത് കാവിൽ തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ നേരെ മണ്ണാർശാലയ്ക്ക്. ചക്കുളത്ത് കാവല്ല, ചക്കുളത്ത് കാവ്. അപ്പോൾ ഈ ചക്കുളത്ത് കാവണം എന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളത് പേര് കമ്പിയുണ്ട്. ഇന്ന് നൈറ്റത്തെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി. എനിക്ക് മസാല ദോശ വന്നിട്ടില്ല. മസാല ദോശ കേട്ടാ. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറായിട്ടുണ്ടല്ലേ? ഫുഡ് സൂപ്പറായിട്ടുണ്ട്. ബിരിയാണി മണ്ണാർശാല വന്ന് അവസാനം മണ്ണാർശാല
2 മിനിറ്റ് നടന്നു കഴിഞ്ഞ് പറഞ്ഞാൽ മണ്ണാർശാല എത്തും. പക്ഷേ നോക്ക്, നമ്മളുടെ സ്ഥലം പോലെ തന്നെ ഇല്ല ചേട്ടാ ആലപ്പുഴ അല്ലേ? തിരിച്ചറിയണേ ഇല്ലല്ലോ. വന്ന് സ്ഥലം പോലെ തന്നെ നോക്കി നടന്നു പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ സ്ഥലം പോലെ തന്നെ ഉണ്ട്. അങ്ങനെയൊന്നല്ല. എനിക്ക് ശരിക്കും നമ്മളുടെ ആ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ ശരി, അവർക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ലാംഗ്വേജും അല്ല. മലയാളം അല്ല കേട്ടാ. എന്നാലും ചില നമുക്ക് തൃശ്ശൂരോ എറണാകുളമോ പോയിക്കെന്ന് വെച്ചാൽ ചില ഭാഷകൾ മനസ്സിലാവില്ല. ഇവിടെ അമ്പലപ്പുഴയില് നമ്മൾ ചായ കുടിക്കാൻ അവിടെ എന്തോ പറയെടുക്കുക എന്തോ ആണോ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല. പക്ഷെ അമ്പലപ്പുഴയിലെ ചായ കുടിക്കാൻ വന്നില്ലേ? ആ ചായ കുടിക്കാൻ നിന്നപ്പോ ഇതിനെ കുറിച്ചും പിന്നെ പറയാം. ആ ശരി. പക്ഷേ ഞങ്ങൾ രാത്രിയാണ് വന്നത് തന്നെ കൊണ്ട് അറിയില്ല. നടന്ന് വന്ന് വലിയൊരു ബാഗ് തൂക്കി നടന്നാൽ നമ്മൾ ഭയങ്കര കിടക്കുന്നത്. പേര് കാണണ്ട. പേര് കാണുന്നുണ്ടോ? ഇതാണ് ബോർഡ്. ഇനി നാളെ അകത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് ഇപ്പം ഇന്ന് താമസിക്കും. നമുക്ക് നാളെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ ഇപ്പം ഞങ്ങൾ ഇന്ന് സമയം 9:30 ഞങ്ങളിവിടെ എത്തുമ്പോൾ. മണ്ണാറശാലയിൽ ഉരുളി കമത്താൻ വരുന്നവർ ഇവിടെ തന്നെ മന്ദാരം എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ലോഡ്ജ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചാർജും കുറവാണ്. 750 രൂപയേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടിയ റൂം ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ഗസ്റ്റ് ഹൗസായിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്ര ചാർജിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഇതിൻ്റെ നിബന്ധനകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 ആളാണുള്ളത്. ഞാനും ഏട്ടനും പിന്നെ എൻ്റെ അനിയനും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡബിൾ ബെഡായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അതായത് ഡബിൾ ബെഡല്ല, 2 കട്ടിലും കൂടി ചേർത്തിട്ട് 3 പേർക്ക് കിടക്കാൻ പാകത്തിനാണ് റൂം. നല്ല വൃത്തിയുണ്ട്. 750 രൂപയ്ക്ക് ധാരാളമാണ്. കാരണം നമ്മൾ ഗുരുവായൂരൊക്കെ പോയിക്കെന്ന് വെച്ചാൽ ഇത്രയും നല്ല റൂം കിട്ടണമെങ്കിൽ എങ്ങനെ 1500 അങ്ങനെ എന്തോ അതിനും മേലെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഉരുളി കമത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ റൂമുള്ളത്. അപ്പോൾ നാളെ നമ്മളിപ്പോൾ ഉരുളി കമത്താൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് അവിടെ ചെയ്യണമെന്നുള്ളത്